ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠമാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പാഠം തുടങ്ങുന്നത് ഒരു ഡോക്ടറെയും അമ്മയെയും കുട്ടിയെയും കാണിച്ചുകൊണ്ടാണ്. അപ്പം അമ്മ ഡോക്ടറോട് എന്താണ് പറയുന്നത്? ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ച് കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? കുട്ടിക്ക് ആവശ്യത്തിന് പോഷകാഹാരം കൊടുക്കണമെന്ന്. അപ്പോൾ എന്താണ് പോഷകാഹാരം? അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് പോഷകാഹാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഊഹമെഴുതുക. അപ്പോൾ എന്താണ് പോഷകാഹാരം? പോഷകാഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും വളർച്ചയ്ക്കും ആവശ്യമായ പോഷകങ്ങൾ ധാരാളമായി അടങ്ങുന്ന ഭക്ഷണമാണ് പോഷകാഹാരം. അപ്പോൾ എന്താണ് പോഷകാഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ വളർച്ചയ്ക്കും ആവശ്യമായ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് പോഷകാഹാരം. അപ്പോൾ ആ പോഷകങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, പിന്നെ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വെള്ളം, പിന്നെ ധാതുക്കൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാവും. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. അപ്പോൾ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് തരം ഭക്ഷ്യവസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ധാന്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം ബി എന്താണ്? പഴവർഗ്ഗങ്ങളാണ്. അതിൽ ഒരുപാട് പഴങ്ങളുണ്ട്. ഇനി സി എന്താണ്? പച്ചക്കറികൾ. പിന്നെ ഡി പയറുവർഗ്ഗങ്ങൾ. ഇ എന്താണ്? ഇലക്കറികൾ. ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഇഷ്ടമില്ലാത്തവയുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ നമ്മളൊക്കെ എന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ രുചിയും ഭംഗിയൊക്കെ നോക്കിയിട്ടാണ്. ശരിക്കും അങ്ങനെയല്ല തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകുന്നത് ഏത് തരം ഭക്ഷണ പദാർത്ഥമാണോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടമില്ലാത്തതുണ്ടോ? അപ്പോൾ അതിനുള്ള കാരണം ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി അവിടെ എന്താണ്? ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പട്ടികയിൽ എന്താണ്? നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണം അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ പ്രഭാത ഭക്ഷണം രാവിലെ നിങ്ങൾ എന്താണ് കഴിക്കുക വെച്ചെങ്കിൽ അത് എഴുതുക, ഉച്ചയ്ക്ക് എന്താണെങ്കിൽ അത് എഴുതുക, രാത്രി എന്താണെങ്കിൽ അത് എഴുതുക. ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണ് നാം കഴിക്കേണ്ടത്. താഴെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഒരു കുട്ടി എന്താണ് പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമുണ്ട്. രണ്ടാമത്തെ കുട്ടി എന്താണ് പറയുന്നത്? എനിക്ക് പുട്ടും പഴവുമാണ്. മൂന്നാമത്തെ കുട്ടി, ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കിത്തരും. 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതൂ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കും. അപ്പോൾ എന്താണ്? ഈ 3 കുട്ടികളുടെയും വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? ആ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും വളർച്ചയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? മതിയാവില്ല അല്ലേ? കാരണം എന്താണ്? അവരുടെ ബുദ്ധിവികാസത്തിനും ശരീര വളർച്ചയ്ക്കും ആവശ്യമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൂടി ആഹാര രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ പോരാ. നമ്മുടെ ശരീര വളർച്ചയ്ക്കും നമ്മുടെ വികാസത്തിനും ആവശ്യമായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം വേണം കഴിക്കാൻ. നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്ന് കുറിപ്പ് വായിക്കും. അപ്പോൾ അവിടെ എന്താണ്? കുട്ടികളുടെ മാസികയിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യം, അതാണ് കുറിപ്പിൻ്റെ ഹെഡിങ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്താണ്? എന്തിനാണ്? നമുക്ക് ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല ഊർജ്ജം ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും എന്താണ്? പോഷകങ്ങൾ വേണം.
അപ്പോൾ ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ദിവസവും കഴിക്കുന്നുണ്ടാവും. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ടൊരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിനും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? നമ്മളോട് എല്ലാവരോടും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുണ്ടായാലാണ് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറിപ്പ് വായിച്ചല്ലോ. താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ സൂചകം എന്താണ്? പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഏതൊക്കെ പോഷക ഘടകങ്ങളാണ്? കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെ ആൻസർ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ. ഇനി രണ്ടാമത്തത്, വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഉത്തരം, എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വ്യത്യസ്ത പോഷക ഘടകങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും ഒരേ അളവിൽ അടങ്ങിയിട്ടുണ്ടാവില്ല. അത് വ്യത്യസ്ത ഭക്ഷ്യവസ്തുക്കൾ വ്യത്യസ്ത അളവിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ചേർത്ത് ആഹാരം ഉണ്ടാക്കി കഴിച്ചാലാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ താഴെ ഊർജ്ജം ലഭിക്കുക എന്നുള്ള ഹെഡിങ്ങിൻ്റെ മുകളിലായി എഴുതിയിട്ടുള്ളത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമേന്മ, അളവ്, കഴിക്കുന്ന സമയം എന്നിവയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഹെഡിങ്, ഊർജ്ജം ലഭിക്കാൻ. വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ചിത്രം നിരീക്ഷിക്കും. അപ്പം ഇനി അടുത്ത നമ്മൾ ഊർജ്ജം ലഭിക്കാം, അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ? അല്ലാല്ലേ. മുകളിൽ പറഞ്ഞു ആഹാരം കഴിച്ചാലാണ് നമുക്ക് ഊർജ്ജം ഉണ്ടാവുള്ളൂ എന്ന്. ഇനി ഇവിടെ ചിത്രത്തിൽ കുട്ടികൾ ചെയ്യുന്ന വിവിധ പ്രവർത്തികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെ. അതായത് സ്കൂളിൽ നിന്ന് കൂട്ടുകാരും ഒത്ത് കളിക്കും, വീട്ടിൽ പോയാൽ അനിയനും അനിയത്തിയുമായിട്ട് കളിക്കും, പിന്നെ പഠിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യാൻ നമുക്ക് ഊർജ്ജം വേണം. എല്ലാ പ്രവൃത്തി ചെയ്യാനും ഒരേ അളവിലാണോ ഊർജ്ജം വേണ്ടത്? അല്ല അല്ലേ. നന്നായി ഓടിക്കളിക്കുക, അതിനൊക്കെ ഒരുപാട് ഊർജ്ജം വേണം. എന്നാൽ പഠിക്കുക, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ഊർജ്ജം മതി. അപ്പോൾ ഈ ഊർജ്ജമൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജം ആവശ്യമല്ലേ? ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ ഊർജ്ജം ആവശ്യമുള്ളത്? ഇതിനെല്ലാം വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇതിനുള്ള ഉത്തരമൊക്കെ ഇപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ട ഊർജ്ജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഊർജ്ജം നമുക്ക് കിട്ടുന്നത്? അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് കൂടുതൽ ഊർജ്ജം കിട്ടുക? അതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ നേരത്തെ കേട്ടു. കാർബോഹൈഡ്രേറ്റ് ഒരു പോഷക ഘടകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് കാർബോഹൈഡ്രേറ്റ് എന്ന പോഷക ഘടകം നമ്മുടെ ശരീരത്തിന് ലഭിക്കുക? അതൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന പോഷക ഘടകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പോഷക ഘടകം ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്നത് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ രൂപത്തിലാണ്.
ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അപ്പോൾ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കാണപ്പെടുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കാണപ്പെടുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ്. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ്? അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ചേർത്താൽ നമുക്ക് എന്താണ് ആവശ്യത്തിന് ഊർജ്ജം ലഭിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്? ധാന്യങ്ങളുണ്ട്, അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അരി, ഗോതമ്പ് അതൊക്കെ എന്താണ് ധാന്യങ്ങളാണ്. പിന്നെ ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ്, രാഗി ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ എന്താ നമുക്ക് ആവശ്യത്തിന് ഊർജ്ജം ലഭിക്കും. എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? നിങ്ങളുടെ ഊഹം എന്താണ്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? ഒരു കുട്ടി അവിടെ പറയുന്നുണ്ട്, ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്, പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ കുട്ടി എന്നും പാൽ കുടിക്കുന്നുണ്ട്, പാലിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ അന്നജം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതൊരു ടെസ്റ്റിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ആ ടെസ്റ്റിൻ്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. ആദ്യം ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയെന്ന് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. അപ്പം ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? 2 ടെസ്റ്റ് ട്യൂബ് വേണം, നേർപ്പിച്ച അയഡിൻ ലായനി വേണം, കഞ്ഞിവെള്ളം വേണം, പാല് വേണം. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കൂ. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ള പരീക്ഷണം അഥവാ ടെസ്റ്റ്? 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് രണ്ടിലേക്കും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചേർത്താൽ പാലെടുത്ത ടെസ്റ്റ് ട്യൂബിൽ എന്താണ് നിറമാറ്റം ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കഞ്ഞിവെള്ളം എടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് അയഡിൻ ലായനി ചേർത്താൽ അതിൻ്റെ നിറം എന്താണ് ഇരുണ്ട നീല നിറമായി മാറുന്നു. നിങ്ങൾ കഴിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കൂ. കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഒരു പരീക്ഷണം ഇപ്പോൾ നമ്മൾ പാലും കഞ്ഞിവെള്ളവും വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ വേറെ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ അയഡിൻ ലായനി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒന്നാമത്തത് ഉരുളൻകിഴങ്ങാണ്. അത് ഇതുപോലെ എടുത്തിട്ട് പരീക്ഷണം ചെയ്ത് നോക്കിയാൽ ഇരുണ്ട നീല നിറമാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ വെള്ളരിക്കയിലേക്ക് അയഡിൻ ലായനി ചേർത്താൽ നിറമാറ്റമൊന്നുമില്ല. അടുത്തത് മൈദയിലാണെങ്കിൽ ഇരുണ്ട നീല നിറമായി മാറും. പിന്നെ മുട്ടയുടെ വെള്ള നിറമാറ്റമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു കല്ലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ എഴുതാം. അപ്പം അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. അത് ഇതുപോലെ പരീക്ഷണം ചെയ്ത് നോക്കിയാൽ ഇരുണ്ട നീല നിറമാണ് കിട്ടുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ എഴുതണമെങ്കിൽ എഴുതാം. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീലനിറം ഉണ്ടാവുന്നു. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീലനിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് അയഡിൻ ലായനി ചേർത്തപ്പോൾ ഇരുണ്ട നീലനിറമായ ഭക്ഷ്യവസ്തുക്കളിലെല്ലാം എന്താണ് അന്നജം അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അന്നജത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നീലനിറം കൂടി വരും, കുറയുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതിലെല്ലാമാണ് അന്നജം കൂടുതലായുള്ളതെന്ന് അയഡിൻ ലായനി ചേർത്തപ്പോൾ ഉണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തൂ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാരവസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ രാവിലെ പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ ഒരു പട്ടിക എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ നിന്ന് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ചെറുധാന്യങ്ങൾ. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അപ്പോൾ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ധാന്യങ്ങൾ എന്താണെന്നറിയാം, ചെറുധാന്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിന് ഉദാഹരണങ്ങൾ നമുക്കറിയാം, രാഗി, ബജ്ര അതൊക്കെയാണ് ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ. അതിനെ മില്ലറ്റുകൾ എന്നും പറയും. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങി.
രാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ധാന്യങ്ങളെക്കാൾ ഒരുപാട് പ്രോട്ടീനും വിറ്റാമിനും ധാതുലവണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങൾക്കുള്ള ഉദാഹരണമാണ് രാഗി, ചോളം, ചാമ, തിന. ഇനി അടുത്തത്, വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? മറ്റെന്തെല്ലാം പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോഷക ഘടകമായ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നോക്കി. ഇനി ബാക്കിയുള്ള പോഷക ഘടകങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തേത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ എന്താണെന്നാണ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇനി അവിടെ ഒരു ഡോക്ടറും അമ്മയും മോനും തമ്മിലുള്ള സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അമ്മ പറയാണ്, എൻ്റെ മകൻക്ക് തീരെ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന്. അപ്പോൾ ഡോക്ടർ പറയാണ്, വളർച്ചക്കുറവ് കാരണമാണ് ഭക്ഷണത്തിൽ മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയവ ഉൾപ്പെടുത്താൻ. അപ്പോൾ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? ഇനി അടുത്തത്, സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് വായിച്ചു നോക്കൂ. ഒരു ഡയറ്റീഷ്യൻ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോഷക ഘടകമാണ്. തലമുടി, പേശികൾ, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രോട്ടീൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാവും. ഇനി പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ബോക്സിൽ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയാണ് പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ. എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പിന്നെ എന്താണിത്? ഊർജ്ജം പ്രദാനം ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ ധർമ്മം. പിന്നെ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? ക്വാഷിയോർക്കറും മരാസ്മസും. ഇനി താഴെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവയിലൊക്കെ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്തിൻ്റെയാണ്? ഗ്രീൻ പീസ്. രണ്ടാമത്തത് പനീർ. 3 കശുവണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്. 4 നിലക്കടല. 5 മാംസം. 6 മത്സ്യം. 7 മുട്ട. 8 പാല്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാവുമല്ലോ. അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പം നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ട? അളവിൻ്റെ പ്രോട്ടീൻ വേണം. അപ്പോൾ ആ പ്രോട്ടീൻ കിട്ടാൻ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കണം. ഇനിയിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ വേറെ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇനി ബാക്കി പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.